नमस्ते मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में സ്വാഗതം करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, ടീച്ചർ എത്തിയിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ എല്ലാവരും റെഡിയാണല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്കിവിടെ കാണാം ഇക്കൈദോയിലെ ഫസ്റ്റ് ലെസൺ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് തോന്നും, ടീച്ചർ എന്താ ഇക്കൈയേക്ക് അല്ലേ ഫസ്റ്റ് യൂണിറ്റിൽ ലാസ്റ്റ് ലെസൺ എടുക്കാത്തതെന്ന്. അപ്പോൾ ലാസ്റ്റ് ലെസൺ ആദ്യം ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നാം ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നത്. ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആ ലെസൺ നമുക്കറിയാം അല്ലേ. എങ്ങനെ അറിയാം? നമ്മുടെ രണ്ടാമത്തെ ലെസൺ പാർട്ട് 2 അല്ലേ, TV വരുൺ ഗ്രോവറിൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് ലേഖകനെയൊക്കെ അവിടെ തന്നെ കാണാം. പക്ഷെ അത് പട്കഥയായിരുന്നു, ഇത് കഹാനിയാണെന്നേ ഉള്ളൂ. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഒരേ ലെസൺ തന്നെയാണ് ഇവിടെ 2 പ്രാവശ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രോക്തി മാത്രമേ മാറ്റമുള്ളൂ, പട്കഥയും കഹാനിയും അല്ലേ. അപ്പം നമുക്ക് അത് ഒന്ന് വായിച്ച് ടീച്ചർ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത നമ്മുടെ പുതിയ ലെസണിലേക്ക്, അത് പുതിയ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ശ്രദ്ധിച്ചിരുന്ന് കാണുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. പിന്നെ ടീച്ചർ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ പുതിയ മക്കൾ ആരെങ്കിലും തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ടീച്ചർ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആയിയെ മേരെ സാത്ത്. നോക്കൂ മക്കളെ, TV അല്ലേ. TV എന്ന് പറയുന്നത് അതിരിക്ത വാചൻ കേലിയോ. എല്ലാ യൂണിറ്റിലും നിങ്ങൾക്ക് ആസ്വാദനം, അതിരിക്ത വാചൻ അല്ലേ, അധിക വായനയ്ക്ക് വേണ്ടിയിട്ടും ഒരു പാഠം നമ്മുടെ ലാംഗ്വേജിൽ ഉൾപ്പെടുത്തുന്നു. അതാണ് ഇവിടെ TV. ഇത് നാം പഠിച്ചത് തന്നെയാണ് ഇവിടെ കഹാനിയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. അപ്പം നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചു പോകാം. ബാത് സിർഫ് ഇത്നി സി थी कि गोबू को TV देखना था. കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? നമ്മുടെ ഗോപുവിന് TV കാണണം, അത്രയേ ഉള്ളൂ. അവർ യഹി സോച്ചുകർ തീനോം നികൽപ്പടേത്. ഇത് ചിന്തിച്ചാണ് 3 പേരും പോയത്. നാം കണ്ടതാണ് 3 പേരുടെയും കൂടെ യാത്ര. കണ്ടില്ലേ? ജിഹാം കണ്ടു. ഗോപു കാ ഗാവ് പഹാഡ് കെ ഉസ് തരഫ് ഥാ ജഹാം TV നഹീം ആതാ ഥാ. പഹാഡ് പർവ്വത പ്രദേശത്തിൽ ഒരു ഭാഗത്തായിരുന്നു ഗോപുവിൻ്റെ ഗ്രാമം അല്ലേ, ഉസ് തരഫ് ആ വശത്തായിരുന്നു. പക്ഷെ ജഹാം ഏത് ആ വശത്തിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെ, പ്രത്യേകത എന്തായിരുന്നു മക്കളെ? TV നഹീം ആതാ ഥാ. അവിടെ TV ഇല്ലായിരുന്നു. शाम को डूबने से पहले सूरज पहाड़ के सबसे ऊपर लगे उस बड़े से टावर की नोक पे कुछ पलों के लिए टिक जाता था. गोबू को पता था कि उसी टावर से TV आता है. അപ്പോൾ നിങ്ങൾ കണ്ടാണ് പോകുന്ന വഴിയിൽ ടവർ കണ്ടതും, പർവ്വത പ്രദേശത്തിൻ്റെ ഒരു ഭാഗത്ത് ടവർ കണ്ടതും, ആ ടവറിൽ നിന്നാണ് കൂടെയാണ് TV, അതായത് അതിൽ കൂടെയാണ് TVയിലേക്ക് വരുന്ന സിഗ്നലൊക്കെ വരുന്നതെന്ന് അവൻ കൂട്ടുകാരോട് പറഞ്ഞതും എല്ലാം നിങ്ങൾ കേട്ടതല്ലേ. ജി ഹാ. ഓ ടവർ അഫി ഹമാരെ ഗാവുമേ TV നഹീം ദേത്ത. എന്നാൽ ഈ ടവർ ആണെങ്കിൽ എവിടെ TV കൊടുക്കുന്നു, സിഗ്നലൊന്നും കൊടുക്കുന്നില്ല. ഗോപുവിൻ്റെ ഗ്രാമത്തിൽ കൊടുക്കുന്നില്ല. വർണ്ണ ചുന്നിക്ക് പിതാജീനെ തോ ബക്സ ഓർ ആൻറ്റിന ദോനോ ഖരീദ് ലിയേ ഹം. അപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ബോക്സും ആൻറ്റിനയൊക്കെ ചുന്നിയുടെ അച്ഛൻ വാങ്ങുമായിരുന്നു. गोबू ने लल्लू को अपनी माम के लगसे में समझाते हुए कहा. ഗോപുവിനെ ലല്ലുവിനോട് ഇതെല്ലാം പറഞ്ഞ്, അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഗോപുക്കെ ഉസ്കെ ബാബാനെ പഹാഡ് കെ ഉസ് പർവാലെ ഗാവ് में TV ദിഖായി थी. ഗോപുവിനെ അച്ഛൻ എന്ത് ചെയ്തു? അവിടെ ആ പർവ്വതത്തിന് അപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുപോയി TV കാണിച്ചിരുന്നു. അപ്പിനെ ദോസ്ത് മനോഹർ കേക്കർ, തൻ്റെ കൂട്ടുകാരനായ മനോഹറിൻ്റെ വീട്ടിലായിരുന്നു അത്. ഗോപുവിനെ ഉസ് TV में നോക്കൂ 26 ജനുവരിക്ക് പരേഡ് ദേഖി थी. നാം അതും അവിടെ വായിച്ചതാണല്ലേ. റിപ്പബ്ലിക് ഡേയുടെ പരേഡ് കുട്ടി എവിടെ കണ്ടു? 26 ജനുവരിയിലെ പരേഡ് അവിടെ TVയിൽ ഗോപു അത് കാണുകയും ചെയ്തതാണ്. बड़ी बड़ी तोपुम नाचते लड़कियां झांकियां और पता नहीं कहाँ से आती एक आवाज़ जो सारा दृश्य समझा रही थी. जादू था जादू.
അതൊക്കെ നാം അന്ന് പറഞ്ഞതാണല്ലേ. ആ പരേഡിൽ കണ്ട പ്ലോട്ടുകളും അതും ഇതും എല്ലാം കുട്ടി കാണുന്നുണ്ട്. കാണുന്നതോടൊപ്പം അവിടെ നടക്കുന്ന ആ ശബ്ദങ്ങൾ, അതിൻ്റെ ശബ്ദവും അതോടൊപ്പം വരും. ഇപ്പോൾ കാണുന്നത് മാത്രം, ദൃശ്യവും ഒപ്പം സൗണ്ട് ആവാസും ഒപ്പത്തിനൊപ്പം വരുന്നു. അപ്പം തികച്ചും ആദ്യമായി കാണുന്നത് കൊണ്ട് അത് ഒരു ജാദു ആണെന്ന് തന്നെ കുട്ടിക്ക് തോന്നിയല്ലേ. അതൊരു മായാജാലമാണെന്നല്ലേ, ഒരു മാജിക് ആയിട്ട് കുട്ടിക്ക് തോന്നി. तो गोबू ने यह बात अपने दोस्त लल्लू को ഓർ ലല്ലുവിനെ ചുന്നിക്കോ ബദായി. ഗോപു ഇത് തൻ്റെ കൂട്ടുകാരൻ ലല്ലുവിനോട് പറയുന്നു, ലല്ലു ചുന്നിയോടും പറയുന്നു. ലല്ലു ഓർ ചുന്നിക്കോ ദൂസരെ ഗാവ് ജാക്ക ടി വി ദേഖ്നെ കാ ഗോപു കാ ഐഡിയ പസന്ത് ആയ. അപ്പം ഇവർക്ക് രണ്ടുപേരൊക്കെ, അപ്പോൾ ഇവരോട് ലല്ലുവിനോടും ചുന്നിയോടും ഒക്കെ ഗോപു പറഞ്ഞു, നമുക്ക് മറ്റേ ഗ്രാമത്തിൽ പോയി ഇത് കാണാമെന്ന് പറഞ്ഞില്ലേ. അവൻ്റെ ആ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സ്യാദാദർ നെഹി ലഗേഗി ഉസ്കാ ഗോപു കോ അന്ദാസാ ഥാ. दोपहर को നിക്കലെ തോ ശാം തക് വാപ്പസ് ആയെങ്കിൽ. അപ്പോൾ അവസാനം അവരെന്താണ് ചിന്തിച്ചത്, അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്യാം, ആരോടും പറയാതെ പോയി കാണാമെന്ന് വിചാരിച്ചല്ലേ. നോക്കൂ, അത് തന്നെയാണ് അടുത്ത് പറയുന്നത്. ചുന്നിയൊക്കെ ബാത്ത് കിസിക്കോ നാ ബദായെ ഇസ്ലിയെ ഗോപുവിനെ ഉസ്കോ ദോ മക്കോഡോം കി കസം ഭി ഖിലായി. നമ്മൾ അവിടെ കണ്ടു അല്ലേ, ആ ചെറിയ പ്രാണിയെ പിടിച്ച് സത്യമൊക്കെ എടുപ്പിച്ചത്, ആരോടും പറയരുതെന്ന് ചുന്നിയെ കൊണ്ട് സത്യമൊക്കെ എടുപ്പിക്കുന്ന രംഗങ്ങളെല്ലാം നാം പട്കഥയിൽ കണ്ടതാണ്. ചുന്നിക്കോ മക്കോടെ ബഹുത് പസന്ത് ഥേ ഔർ ഉൻകി ചൂട്ടി കസം ഓ കഫി നഹി ഖാത്തിത്ത്. അത് ഇപ്പം നമുക്കത് മനസ്സിലാകുന്നു. കാരണം മക്കോടെ കൊണ്ട് എന്തിനാണ് സത്യം ചെയ്യിപ്പിച്ചത്, കാരണം അവൾക്ക് മക്കോടെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ മക്കോടെ കൊണ്ട് അവൾ എന്ത് ചെയ്യില്ല, കള്ള സത്യം ഇടൂല. അതുകൊണ്ട് തന്നെയാണ് അവളെ അത് വെച്ചുകൊണ്ട് സത്യം ഇടിപ്പിച്ചത്. ഓർ യൂം അപ്പിനി അപ്പിനി മാവും സെ സോത്തേ ഹി തീനോം ടി വി വാലെ പഹാഡിക്ക് തരഫ് നികൽ പടി. എന്നിട്ട് ഇതെല്ലാം ചിന്തിച്ച് അവരെന്ത് ചെയ്തു, ഈ ടി വി കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് അല്ലേ, പഹാഡിക്ക് തരഫ് കുന്നിൻ പ്രദേശത്തേക്ക് നടന്നു. ബഡി മുഷ്കിൽ സെ പഹാഡ് ചടുക്കർ ഉസ് പാർ പഹുഞ്ചി ഹി ഥേ കി അച്ചാനക് സാമനെ ബഡി സി ബസ് ആ ഗയി. അത് നാം കണ്ടതാണ്. അവിടെ നിന്ന് കയറി അങ്ങ് റോഡിലോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്നൊരു ബസ് കയറി വന്ന് ബസ്സിൻ്റെ അടുത്ത് പെട്ടുപോയി അല്ലേ. ചുന്നിത്തോ ആകെ നികൽ ഗയി. അവരെല്ലാം ഗ്രാമപ്രദേശത്തുള്ള കുട്ടികളാണ്. അവർക്ക് പെട്ടെന്ന് ബസ് വന്നപ്പോൾ എന്ത് ചെയ്യണം, ഒരു കുട്ടി ഓടി ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി. പർ ഗോപു ഓർ ലല്ലു ടഗേസെ ഖഡേ രഹ് ഗയി. അപ്പോൾ അവരെന്ത് ചെയ്തു, ക്രോസ് ചെയ്യാൻ പറ്റാതെ അവിടെ നിന്നുപോയി. അപ്പോൾ ബസ് വാലേനെ ചടക് സെ ബ്രേക്ക് ലഗായി. കുട്ടികളെ ഇടിക്കാതെ ബസ് വാല ഡ്രൈവർ എന്ത് ചെയ്തു, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ഓർ മുँह ബാഹർ നിക്കാൽക്കർ ഫടക്കാര ഭീതി. എന്നിട്ട് എന്ത് ചെയ്തു, തലയൊക്കെ വെളിയിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ വഴക്ക് പറഞ്ഞു അല്ലേ കുട്ടികളെ. ചുന്നിനെ ഭി മൗക്ക ദേക്കർ ടാണ്ട് ലഗാതി ഓർ സബ് സെ ഹാത്ത് പകടുക്കർ സംഘ് ചലനേക്കോ കഹ. അപ്പോൾ ഇത് മുമ്പേ പോയത് കാരണം ചുന്നി എന്ത് ചെയ്തു, അങ്ങനെ നിന്നതിന് ഇവരെ തിരിച്ച് ചുന്നിയും കൂടി വഴക്ക് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് കൈകോർത്തുപിടിച്ച് മുന്നോട്ട് ഒത്തു പോകാമെന്നും അവർ ഉറപ്പ് വരുത്തി അല്ലേ. അപ്പം നാം അവിടെ പാഠത്തിൻ്റെ ഒരു പോക്ക്, കഥയുടെ കഹാനിയുടെ ഒരു കറക്റ്റ് ഒരു ഭാഗം വരെ നാം കാണുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം തന്നെ ഇപ്പോൾ ഒരു പാഠം തന്നെ 2 പ്രാവശ്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നോക്കൂ, മനോഹർ ചാച്ചാക്ക ഗാവ് അബ് ദൂർ നെഹീൻ ഥ. ഇനി എവിടെയൊക്കെയാണ് അവർ പോകുന്നത്, മനോഹർ ചാച്ചയുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഗ്രാമം ഇനി വളരെ ദൂരമൊന്നുമില്ല. പഹാഡൊമ്മയും രാസ്ത ടൂണ്ടാൻ നെഹീം പടുത്ത. അവിടെ വഴിയൊന്നും അന്വേഷിക്കുന്ന വളരെ നല്ല കാര്യമായിട്ട് ഇതായില്ല. കാരണം കുട്ടികൾക്ക് ഖുദ് ബൻ ജാത്താ ഥ. അത് സ്വയം അതായത് അന്വേഷിക്കാനൊന്നും പറ്റാത്ത രീതിയിൽ അവർ സ്വയം കണ്ടെത്തി പോകുകയായിരുന്നു. ഗോബുക്കോ പദാഥാക്കി ഈസ് മോഡൊക്കെ തോട ആകെ സബ്ജി മണ്ഡി ഹി. അപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റൊക്കെ നാം കണ്ടതാണ്. ഉസ്കെ പീച്ചെ വാലെ രാസ്തേസെ വോ കർ ആത്താ ഹെ. അതിൻ്റെ ബാക്കിലുള്ള വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ജഹാ മുസെ ടി വിക്ക് ദർശൻ ഹുയേ ഥെ. അവിടെയാണെന്ന് വെച്ചാണ് അവൻ ടി വി കണ്ടത്. സബ്ജി മണ്ഡി മേ ആജ് ബഹുത്ത് ഫീഡ് തി. അപ്പോൾ അന്ന് ഇവരിപ്പോൾ പോകുന്ന സമയത്ത് സബ്ജി മണ്ടിയിൽ വെജിറ്റബിൾ മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു, തിരക്ക്. ചുന്നി തോട ഡർ ഗയെ. അപ്പോൾ അവിടെ എത്തിയ ചുന്നി ഒരല്പം ഭയന്നു പോയി. കോബുനെ ഉസ്കാ ഹാത്ത് പകടിലിയ
और उसे टीवी के जादू के बारे में बताने लगा. അപ്പോൾ ഭയന്നിരുന്ന കുട്ടിയോട് ടി വിയെക്കുറിച്ച് കൂടുതലൊക്കെ പറയപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഒരു അല്പം കൂടി ഇൻസ്പിറേഷൻ കിട്ടും, പിന്നെ മുന്നോട്ട് പോകും. गोबू को मनोहर चाचा के घर की पहचान थी क्योंकि उसकी छत पर एक सुंदर सा लहराता ആന്റീന ലഗാ ഹുവാ ഥാ. മനോഹർ ചാച്ചയുടെ വീട്ടിലെ അതിൻ്റെ അടയാളം ഗോപു കണ്ടെത്തി വെച്ചിരുന്ന ഒരു ആന്റീന മാത്രമാണ്. അപ്പോൾ മനോഹരമായ ആന്റീന അവിടെ ഉണ്ട്. അപ്പോൾ അത് കണ്ടാണ് ഗോപു പോവാൻ അവിടെ വീട് മനസ്സിലാക്കാനായിട്ട് കരുതിയിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? നാം അന്ന് കണ്ടതാണല്ലേ. പർ യഹ് ക്യാ സടക് തോ ഹർ മുണ്ടേ പർ വൈസേഹി ആൻറ്റിനാത്ത. ഓരോ വീടുകളിലും നിരനിരയായിട്ട് എന്ത് കാണാം? ആൻറ്റിനകൾ കാണാം. അപ്പോൾ ഏത് വീടാണെന്ന് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഗോപുവിനെ ഏക് ദോ ഘർ മേ ചാങ്കക്കർ പഹചാനേക്ക് കോശിഷ് ഭി കീ തി. അവനെന്ത് ചെയ്തു? ഓരോരോ വീട് ഒന്ന് രണ്ട് വീടുകളിലേക്ക് എത്തി നോക്കി ആ വീടാണോ എന്ന് അറിയാനുള്ള ശ്രമം നടത്തി. ലേക്കിൻ യഹാൻ തോ സബ് ഘർ ഭി ഏക് സേ തെ. എന്നാൽ ഇവിടെ എല്ലാ വീടും ഒരുപോലെയായിരുന്നു. ഔർ ആൻറ്റിനയും യഹി തോ ഉസ്കി നിശാനി തി. ഈ ആൻറ്റിന മാത്രമായിരുന്നു അവൻ്റെ അടയാളം. ഇപ്പം എല്ലായിടത്തും ആൻറ്റിന വന്നപ്പോൾ അവനും ആകെ കൺഫ്യൂഷനായിപ്പോയി. अब गोबू की भी रुलाई छूट गई. उसे उसे रोता देखा ചുന്നി ഔർ ലല്ലു പി രോനയിലേക്ക്. ഇപ്പോൾ ഗോപു ആണ് എല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയത്. അവസാനം അവനും എന്താ മക്കളെ പറ്റിയത്? അവനും കരച്ചിലിൻ്റെ പക്കത്തെത്തി. അവനാണ് മെയിൻ ആളല്ലേ. അപ്പോൾ അവൻ കരഞ്ഞു തുടങ്ങിയപ്പോൾ മറ്റുള്ളവരും കരയാൻ തുടങ്ങി. ബീച്ച് സടക്കുമേൻ തീൻ ബച്ചോങ്കോ രോത്താ ദേഖ് തുരന്ത് ലോക് ജമാ ഹോ ഗയേ. ആ മൂന്ന് കുട്ടികൾ വഴിവക്കിൽ നിന്ന് കരയുന്ന കണ്ടാൽ എപ്പോഴും എന്തായാലും ആളുകൾ കൂടിയില്ലേ. അത് തന്നെ സംഭവിച്ചു. ആളുകൾ അവിടെ കൂടി. അവർ സവാൽ ഏവം ദുലാർ ബർസാനയിലേക്ക്. അവരെല്ലാവരും എന്ത് ചെയ്തു? ഓരോ കാര്യങ്ങൾ കുട്ടികളോട് ചോദിച്ചിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഗോപുവിനെ ബദായാക്കി വേ ലോക മനോഹർ ചാച്ചാക്കി ഘർ ടി വി ദേഖിനെ ആയത്. ഗോപു പറഞ്ഞു, ഞങ്ങൾ മനോഹർ ചാച്ചയുടെ വീട്ടിൽ ടി വി കാണാൻ വന്നതാണ് എന്ന്. ലേക്കിനെ ഹം തോ സബ്കെ ഘർ ഹി ടി വി. ഇപ്പം എല്ലാവരുടെ വീട്ടിലും ടി വി ഉണ്ട്. ചുന്നീനെ കഹാ താ കി യേ ഗോപു കാ ഹി ഐഡിയ ഥ. ചുന്നി പറഞ്ഞു ഇത് ഗോപുവിൻ്റെ ഐഡിയ ആണെന്ന് ചുന്നിയും പറഞ്ഞു. ലല്ലുവിനെ കഹാക്കി ഉസേ അബ് ടി വി നെഹിൻ ദേഖന ഘർ ജാനാ ഹെ. അപ്പോൾ ഉടനെ ലല്ലു പറഞ്ഞു, എനിക്കിനി ടി വി ഒന്നും കാണണ്ട, എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ മതിയെന്ന്. ജൽദി ഹി മനോഹർ ചാച്ച ഫി ആകെ. ആ സമയത്ത് മനോഹർ ചാച്ച പെട്ടെന്ന് അവിടെ എത്തുന്നു. ജോ ഹൈറാൻ थे कि 3 छोटे बच्चों इतनी दूर से ടി വി देखने आए हैं. മനോഹർ ചാച്ച പോലും അന്തം വിട്ടു. ഇത്രയും കുട്ടികൾ, ഈ 3 കുട്ടികൾ ഇത്രയും ദൂരം നടന്ന് ടി വി കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹവും അത്ഭുതപ്പെട്ടുപോയി അല്ലേ. തീനോം കെ ഘർ ഖബരാ ഭിജുവാ ദി ഗയി പരേശാൻ ന ഹോം. ഇപ്പോൾ തന്നെ 3 പേരുടെയും വീടുകളിലേക്ക് വിവരം ഇൻഫർമേഷൻ ചെയ്തു. അത് അവരെ അറിയിച്ചു, കാര്യങ്ങൾ അറിയിച്ചു. ഭയക്കേണ്ട പരേശാൻ ന. വീട്ടുകാരോട് ഭയക്കൊന്നും വേണ്ട, കുട്ടികൾ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം അറിയിച്ചു. ബാബാ ഫി ആകെ ഓർ തൈ ഹുവാക്കി ആജ് ടി വി ദേക്കർ ഹി വാപ്പസ് ആയേ ഹെ. അപ്പോൾ ഇതറിഞ്ഞ അച്ഛനും കൂടി ഇവിടേക്ക് വന്നു. ഈ വിവരം വീട്ടിൽ അറിഞ്ഞപ്പോഴേ അച്ഛൻ കൂടി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവർ ഒരു കാര്യം ഉറപ്പിച്ചു. തൈക്കറിന ഉറപ്പിച്ചു. എന്താണ്? ഇന്ന് ടി വി കണ്ടിട്ട് മടങ്ങിപ്പോയാൽ മതിയെന്ന് ഉറപ്പിക്കുന്നു. തീനോ ചാവുസെ ബൈഠെ ഓർ ടി വി ക ബട്ടൺ ദബായ ഗയ. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി 3 പേരും കൂടെ ഇരിക്കുകയാണ്. എന്തിനാണ്? ടി വി കാണാനായിട്ട്. ഇത്രയും ദൂരം വന്ന് കുട്ടികൾക്ക് ടി വി കാണണ്ടേ. അങ്ങനെ ടി വിയുടെ ബട്ടൺ അല്ലേ സ്വിച്ച് ഓൺ ചെയ്തു. ഏക്ക് ജാദൂയി ആവാസായി. ഒരു മായാജാലം പോലെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു അല്ലേ. മാജിക്ക് പോലെ ഒരു സൗണ്ട് വന്നു. ഓർ ബോക്സ് കെ കാഞ്ചിപ്പർ ഹൽക്കി സി രോഷിനി ക ഹൽച്ചൽ കുല. അതുപോലെ ആ ബോക്സിലേക്ക് അത് ഓൺ ആകുമ്പോഴുള്ള ഒരു ചെറിയ ലൈറ്റ് ഉണ്ടല്ലോ, അത് കത്താൻ തുടങ്ങി. അത് ഗോപുക്കി ആങ്കേം ചൗഡി ഹുയി. കണ്ണൊക്കെ ഇങ്ങനെ വികസിപ്പിച്ച് കുട്ടികൾ ഇത് കാണാനായിട്ട് നോക്കിയിരുന്നു. തവി ബിജലി ചലി ഗയി. ആ സ്പോട്ടിലല്ലേ, എത്ര കറക്റ്റ് ടൈം കണക്ക് കറണ്ട് പോയി. അപ്പോൾ കാണാൻ ആകാംക്ഷയിരുന്ന കുട്ടികൾക്ക് എന്ത് കാണാൻ സാധിക്കില്ല. എത്ര ദൂരം പോയി എന്ന് വെച്ച് നമുക്കത് കാണാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം മക്കളെ? കറണ്ട് വേണം അല്ലേ. കറണ്ട് പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ? വല്ലതും കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം നാം പഠിച്ച പട്കഥയുടെ കഹാനി രൂപം നന്നായിട്ട് കണ്ടു. നിങ്ങൾക്ക് കുട്ടികളെ കാണാം അല്ലേ. അപ്പം ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. നന്നായിട്ട് ഇത് അതിരിക്ത വാചനാണ്, എല്ലാവരും വായിക്കുക, നന്നായിട്ട് വായിക്കണം. നോക്കൂ മക്കളെ, അബ് ഹം ദൂസരി ഇക്കായിക്ക് ഓർ ചലത്തെ ഹെ. നമ്മുടെ 2ാമത്തെ യൂണിറ്റിലേക്ക് ചലിക്കുകയാണ്.
നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടോ, ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റിൻ്റെ ഇവിടെ കണ്ടോ, ഹസ്തേ ഹസ്തേ മേരെ ഫാസി ചട്നി की सूरत में हिंदुस्तानी माताई अपने बच्चों के भगत सिंह बनने की आरजू किया करेगी और देश की आज़ादी के लिए कुर्बानी देने वालों की तादाद इतनी बढ़ जाएगी कि क्रांति को रोकना साम्राज्यवाद या तमाम शैतानी शक्तियों के बूते की बात नहीं दिखेगी. ഇവിടെ നിങ്ങൾക്ക് ഭഗത് സിംഗിൻ്റെ ചിത്രം കാണാം അല്ലേ. അപ്പോൾ ഇവിടെ ഭാരതത്തിലെ നമുക്ക് അറിയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ജനകീയ വിപ്ലവം അല്ലേ 1857 സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരാൻ കഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ആ യുദ്ധത്തിൽ ധാരാളം നിരപരാധികളായിട്ടുള്ള ആൾക്കാരെല്ലാം ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കി. ബ്രിട്ടീഷുകാരുടെ ഈ ആക്രമം പ്രസിദ്ധ ഉറുദു കവിയായ മിർസ ഗാലിബ് നേരിട്ട് കണ്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർ അന്ന് ചെയ്ത ഈ കൊടും ക്രൂരത ആരാണ് മക്കളെ കണ്ടത്? മിർസ ഗാലിബ് എന്ന കവി. അദ്ദേഹം ഒരു ഉറുദു കവിയായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് ആ കണ്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നാം ഒരു ഡയറി കുറിപ്പ് എഴുതും. അതുപോലെ നമ്മുടെ മിർസ ഗാലിബ് എന്ത് ചെയ്തു? ഒരു ഡയറി കുറിപ്പ് എഴുതി. ആ ഡയറി കുറിപ്പ് അദ്ദേഹം ഉറുദു കവിയാണ്, അപ്പോൾ ഉറുദുവിലാണ് അത് എഴുതുകയുണ്ടായത്. ആ ഡയറി കുറിപ്പിൽ നിന്നും ഉള്ളതാണ് നമ്മുടെ ഈ പാഠഭാഗം. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് വ്യക്തിയെയാണ് നാം ഇവിടെ ട്രാൻസ്ലേറ്ററെയാണ് നാം ഇവിടെ കാണുന്ന ഡോക്ടർ കൈലാസ് നാരദ്. അപ്പോൾ ഈ ഡയറി ആക്ച്വലി ഇത് എഴുതിയത് മിർസ ഗാലിബാണ്. അത് അദ്ദേഹം എഴുതാനുണ്ടായ സാഹചര്യം നിങ്ങൾ മറക്കരുത്. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് അല്ലേ നടന്ന ആ ഭയങ്കരമായ കൂട്ടക്കൊല, ഒത്തിരി ആൾക്കാരെ നമ്മുടെ ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കി. അപ്പോൾ അതിൽ ആ കൊല്ലുന്ന ആ കാഴ്ച നമ്മുടെ കവിക്ക് കാണേണ്ടി വന്നു. ആ കണ്ടതിനെക്കുറിച്ച് കവി എഴുതിയ ഒരു ഡയറി കുറിപ്പാണ്. ആ ഡയറി കുറിപ്പിനെയാണ് നമ്മുടെ കൈലാഷ് നാരദ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് ഈ ഡയറി കുറിപ്പ് എഴുതാൻ ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ പ്രോക്തി ഇവിടെ ഡയറിയാണ്. ഡയറിയുടെ റൈറ്റർ മിർസ ഗാലിബാണ്. അതിൻ്റെ അനുവാദക് ഡോക്ടർ കൈലാഷ് നാരദ്. ഡയറിയാണ് എഴുതിയത് മിർസ ഗാലിബ്, അതിൻ്റെ അനുവാദക് ട്രാൻസ്ലേറ്റർ ഡോക്ടർ കൈലാഷ് നാരദ്. അപ്പോൾ കൈലാഷ് നാരദിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ ജന്മം 5 मई 1941 मध्य प्रदेश के जबलपुर में थे. साहित्य एवं पत्रकारिता के क्षेत्र में मशहूर व्यक्तित्व. സാഹിത്യ ക്ഷേത്രത്തിലും അതുപോലെ സമാചാർ പത്രകാരിതയിലും അദ്ദേഹത്തിന് മഹത്വമായൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ആസാദ് ഭാരത് के अलावा अनेक लेखों में परतंत्र भारत की भी तस्वीरें उकेरी गई है, जिन्हें हमेशा ही ऐतिहासिक दृष्टि से महत्वपूर्ण माना गया. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ അന്ധേര, കിത്തനെ ഫാസലും തക്, മേരി ഹുയി ശതാബ്ദി, एक खुशबू उठी सी, മധ്യപ്രദേശ് में ഹിന്ദി പത്രകാരിത ഫി ഇതിഹാസ് ആദി. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളാണ്. അപ്പം നിങ്ങൾ ഈ പാഠത്തിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്കിപ്പോൾ ഈ പാഠത്തിനകത്തുള്ളൊരു കാര്യം മനസ്സിലായി അല്ലേ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവമൃത്യുവിലേക്ക് ഒരു എത്തിനോട്ടം തന്നെയാണ് ഈ പാഠം. അപ്പോൾ ഈ യൂണിറ്റിൽ നമുക്ക് മിർജ ഗാലിബിൻ്റെ ഈ ഒരു ഡയറി, പിന്നെ ശ്രീ സ്വയം പ്രകാശിൻ്റെ ഒരു ലേഖനമുണ്ട്, അതുപോലെ പ്രശസ്ത കവിയായ ത്രിലോചൻ്റെ ഒരു കവിത ദീപ് ജലാവോ, ഇത്രയും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൂടാതെ ശില്പി ഡാസ്റ്റാവിൻ്റെ ഒരു ഫൂലോം കാ ഷോ എന്ന ഒരു ലേഖനവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അന്നത്തെ നടന്ന ശിപായി ലഹളയെക്കുറിച്ചുള്ള ആ ചിത്രവും അവിടെ കൊല ചെയ്യാൻ വിധിക്കപ്പെട്ട നമ്മുടെ ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ യൂണിറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നോക്കൂ മക്കളെ, നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക്, അതായത് പാഠത്തിലേക്ക് നീങ്ങാം. ഇവിടെ നിങ്ങൾക്ക് ആ ഭഗത് സിംഗിൻ്റെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. നോക്കൂ. അപ്പോൾ എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്?
അല്ലെങ്കിൽ ഡയറി കുറിപ്പിൻ്റെ പേര് ജിസ് ഗലീമേ മേ രഹ്താഹും, ഏത് തെരുവിലാണോ ഞാൻ താമസിക്കുന്നത് എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. आइए मेरे साथ. अंग्रेजों ने दिल्ली में आते ही सीधे साधे लोगों को मारना ശുരു കർ ദിയ. ഈ പാഠം, ഈ ഡയറി കുറിപ്പ് വായിക്കുന്ന ടൈമിൽ നിങ്ങളുടെ മനസ്സ് ശരിക്കും വളരെ ബാക്കിലോട്ട് പോകണം. അന്നത്തെ കാലത്തെക്കുറിച്ചുള്ള ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുക. ഇന്നത്തെ കാലമല്ല, നാം ഇന്ന് സുഖത്തോടും സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. അന്ന് ആൾക്കാർ അനുഭവിക്കുന്ന യാതനകൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. अंग्रेजों से दिल्ली में आते ही सीधे साधे लोगों का मारना शुरू कर दिया. ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ വന്നയുടൻ എന്ത് ചെയ്തു? സീതേ സാധേ ലോഗ് എന്ന് വെച്ചാൽ നിരപരാധികളായ, സാധാരണക്കാരായ നിരപരാധികളായ ആൾക്കാരെ മാർന ശുരു കർ ദിയ. മാർന എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദ്രവിക്കും. അവരെ ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ തുടങ്ങി. ഉന്നോനെ ഗരീബോം കെ ഖർഫി ജലാദിയ. എന്നിട്ട് എന്ത് ചെയ്തു അവർ? ഗരീബോം കെ, ഉന്നോനെ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെയാണ് കേട്ടോ. അവരെന്ത് ചെയ്തു? പാവങ്ങളുടെ വീടുകൾ ജലാദിയ. ജലാന എന്താ മക്കളെ? കത്തിച്ചു കളഞ്ഞു. പെൻസിൽ കയ്യിൽ കാണണം, ഷാർപ്പൻ ചെയ്ത പെൻസില്, വേർഡ് മീനിങ് കൂടെ എഴുതി പോകുക. ഗോരോം കെ ഡർസെ ദില്ലി വാലോമേ ഫഗദ് മച്ച് ഗെയ്. നോക്കൂ മക്കളെ, എന്താ സംഭവിച്ചത്? വെള്ളക്കാരെ, ഗോര എന്ന് പറഞ്ഞാൽ വൈറ്റ്, വെള്ളക്കാരെ ഭയന്ന് ദില്ലി വാലും, ഡൽഹിയിലെ ആളുകൾ എന്ത് ചെയ്തു? ഫഗദ് മച്ച് ഗെയ്, പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു. അതായത് ഓടിപ്പോയി. അവർക്ക് അത്രയ്ക്ക് ജീവനിൽ കൊതി. അതാണ് ഇവിടെ ഫഗാദഡ് മച്ച്ഗയി എന്ന് വെച്ചാൽ ജീവനിൽ കൊതി കാരണം അവർ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി. അപ്പിനെ ജാൻ ബച്ചാക്കർ വേ ഫാഗ് നികലെ. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാർ ആ രീതിയിലായിരുന്നു ആൾക്കാരെ ഉപദ്രവിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും. ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ എന്ത് ചെയ്തിരിക്കുന്നു? നിഷ്കരുണം ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ആൾക്കാരെന്ത് ചെയ്യുന്നു? നിങ്ങൾ തന്നെ ചിന്തിക്കുന്നു, നിരപരാധികളായ ആൾക്കാരെ കൊല്ലാൻ തുടങ്ങുന്നു, അവരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു, പാവപ്പെട്ട ആൾക്കാരുടെ വീടുകൾ കത്തിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ സാധാരണക്കാരായ എല്ലാ ആൾക്കാരും ഇവരെ ഭയക്കുന്നു. ഇവരെ ഭയന്ന് എന്താണ് ചെയ്യുന്നത്? ആ ഒരു ഭയം കൊണ്ട്, ഇവരോടുള്ള ഭയം കൊണ്ട് അവരെന്ത് ചെയ്യും? എങ്ങോട്ടെങ്കിലും ജീവനും കൊണ്ട് പ്രാണരക്ഷാർത്ഥം ഒളിച്ചോടുന്നു. जिस गली में मैं रहता हूँ उसमें सिर्फ 10-12 घर थे. ഏത് തെരുവിലാണോ, ഏത് സ്ഥലത്താണോ, ഇവിടെ ഗലി എന്ന് പറയുന്ന സ്ട്രീറ്റ് ആണ് കേട്ടോ മക്കളെ. ഏത് സ്ട്രീറ്റിലാണോ ഞാൻ താമസിക്കുന്നത്, ഉസ്മേ, ആ സ്ട്രീറ്റിൽ സിർഫ് 10-12 घर थे. അവിടെ ആകെ 10-12 വീടേ ഉണ്ടായിരുന്നുള്ളൂ. ഗലിമേം കുസ്നേക്ക സിർഫ് ഏക് ഹി രാസ്ത ഥ. ആ തെരുവിലേക്ക് അദ്ദേഹം താമസിക്കുന്നു. ഇവിടെ മേം എന്ന് പറയുന്ന ഡയറി കുറിപ്പാണ്. അപ്പൊ മേം എന്ന് പറഞ്ഞത് ആരെയാണ്? അത് നിങ്ങളുടെ മനസ്സിൽ കാണണം. മേം എന്ന് പറയുന്നത് മിർസ ഗാലിബാണ്. മിർസ ഗാലിബ് താമസിച്ചിരുന്നത്, ഈ കവിയായ, ഇത് എഴുതിയ ഡയറി കുറിപ്പ് എഴുതിയ നമ്മുടെ ഉറുദു കവി താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയെക്കുറിച്ചാണ് പറയുന്നത്. നോക്കൂ മക്കളെ, അവിടെ അദ്ദേഹം താമസിച്ചിരുന്ന അവിടേക്ക് വരാൻ എന്താണ്? സിർഫ് ഏക് ഹി രാസ്ത ഥ. പല വഴികളൊന്നുമില്ല, ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വഹാം കോയി കുവാൻ നഹീൻ ഥ. അവിടെ ആ സ്ഥലത്തേക്ക് വരാൻ, ആ തെരുവിലേക്ക് വരാൻ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ അവിടെ വേറെ കുവാം ഒന്നും ഉണ്ടായിരുന്നില്ല. കുവാം എന്താ മക്കളെ? കിണറൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കൂ, वहां कोई कुआं नहीं था. जो लोग फाग नहीं पाए उन सब ने मिलकर गली का दरवाजा फीदर से बंद कर दिया और वहां पत्थर रख दिए. അപ്പൊ ഈ ആൾക്കാരെ അവിടുന്ന് ഇവരെ ഈ ഉപദ്രവം കാരണം ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടുകയാണ്. അപ്പൊ ഈ രക്ഷപ്പെട്ട ആൾക്കാരെല്ലാം ഇദ്ദേഹം താമസിക്കുന്ന തെരുവിലാണ് വന്നെത്തിയത്. അപ്പൊ അവരെല്ലാം ഓടിപ്പോയി. ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത ആൾക്കാർ, ഈ എല്ലാവർക്കും ഓടി രക്ഷപ്പെടാൻ കഴിയുമല്ലോ, ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? ഈ തെരുവിലേക്കുള്ള
കവാടത്തിലെ, അതായത് ഈ തെരുവിൽ, ഇദ്ദേഹം താമസിക്കുന്ന തെരുവിലെത്തപ്പോൾ ആ തെരുവിൻ്റെ വിശേഷം നിങ്ങളുടെ പറഞ്ഞു. അവിടെ ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ട് അവർ ആ വഴിയിൽ കൂടി അകത്ത് കടന്നിട്ട് ദർവാസ ഫീദർ സെ ബന്ദ് കർ ദിയ, അവിടെ വാതിൽ എന്ത് ചെയ്തു, അവർ അകത്ത് നിന്നും അടച്ചു. ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ വാതിൽ അവർ അകത്ത് കയറിയിട്ട് അകത്തു നിന്നും അടച്ചു. എന്നിട്ടോ വഹാം പത്തർ ദിഖ്ദിയെ, എന്നിട്ട് അവിടെ നല്ല ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു കല്ല് കൂടി എടുത്തു വച്ചു. മനസ്സിലായല്ലോ? ആകെ ചലേ ഘരോമേ കാനെ പീനെ കാ ജിത്നാ സാമാൻ താ ധീരെ ധീരെ ഖതം ഹോനെ ലഗാ. അപ്പോൾ വീടുകളിൽ എല്ലാം അടച്ചവരകത്തിരിക്കുകയാണ്. അപ്പോൾ ആ വീടുകളിൽ ഇരുന്ന് നമുക്ക് ആഹാരം കഴിക്കാൻ ആഹാരം വേണമല്ലോ. ഭക്ഷണവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്തു മക്കളെ, അവിടെ ഇരിക്കുന്ന ആഹാരമാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിവസം കഴിയുന്തോറും ആഹാരം എന്ത് ചെയ്തു, എത്ര സാധനം ഉണ്ടായിരുന്നു അതെല്ലാം ധീരെ ധീരെ ഖതം ഹോനയിലേക്ക്, പതുക്കെ പതുക്കെ തീരാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്തോറും വീടുകളിലുണ്ടായിരുന്ന അവരുടെ ആഹാര സാധനങ്ങളെല്ലാം തീരാൻ തുടങ്ങി. പിന്നെയോ പാനിക്ക് ബെടി ദിക്കത്ത് തീ, വെള്ളത്തിനും അവർക്ക് ക്ഷാമം അനുഭവപ്പെടാൻ തുടങ്ങി. വെള്ളവും എന്ത് ചെയ്തു, വെള്ളവും എല്ലാം തീരാൻ തുടങ്ങി. ഒരു വെള്ളം കിട്ടാനുള്ള പ്രയാസവും അവർക്ക് ഉണ്ടായി തുടങ്ങി. ദിക്കത്ത് ക്ഷാമം, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫിക്കൽട്ട്, അതിൻ്റെ പ്രയാസം, വെള്ളം കിട്ടാനും പ്രയാസമായി. ലോക ബെഡി സാവധാനി സെ ആഹിസ്ത ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ ഥേ, ലേക്കിൻ ആഖിർക്കാർ വേ ഖഡേ ഭി ഖാലി ഹോ ഗയേ. എന്താണ് സംഭവിച്ചത് നോക്കൂ മക്കളെ. ആൾക്കാർ എന്ത് ചെയ്തു, വളരെ ശ്രദ്ധയോടെയാണ് വെള്ളം ഉപയോഗിച്ചിരുന്നത്. ലോകവിടെ സാവധാനി എന്ന് പറഞ്ഞാൽ എന്താണ്, ശ്രദ്ധയോടുകൂടി, വളരെ ശ്രദ്ധിച്ചായിരുന്നു അവരെന്ത് ചെയ്തു, ആഹിസ്ത പതുക്കെ പതുക്കെ വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു ആ വെള്ളം ഉപയോഗിച്ചിരുന്നത്. എങ്കിലും ഉസ് പാനിക്കോ പീ രഹിയത്തെ കുടിച്ചിരുന്നത്. ലേക്കിൻ അഖീർക്കാർ, എന്നാലോ മക്കളെ എന്താ സംഭവിച്ചത്, അവസാനം എന്ത് സംഭവിച്ചു, വേ കടേഫി ഖാലി ഹോ ഗയേ, അവസാനത്തെ മൺകുടവും കാലിയായി. ലാസ്റ്റിൽ അവരെ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ പാത്രവും ഡിഷും കാലിയായി. ഐസേമേ ഗലീമേ രഹനെ വാലെ 2 दिन और 2 रात तक ഫൂക്കെ പ്യാസെ സമയ കാട്ടത്തെ രഹി. മക്കളെ ആ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ സംഭവിച്ചപ്പോൾ, ഇങ്ങനെ വെള്ളവും തീർന്നു പോയൊരവസ്ഥ സംഭവിച്ചപ്പോൾ ആ ഗലിയിൽ അവിടെ താമസിക്കുന്ന ആളുകൾ 2 दिन और 2 रात, 2 പകലും 2 രാത്രിയും വരെ, ഫൂക്കെ പ്യാസെ, വെള്ളവും കുടിക്കാതെയും ആഹാരം കഴിക്കാതെയും, ഭക്ഷണം പൂക്കെ വിശന്ന് വെള്ളം കുടിക്കാതെ സമയ കാട്ടത്തെ സമയം ചിലവഴിച്ചു. അപ്പോൾ അവർ അത്രയ്ക്ക്, അതുപോലും അവർ ആ വിശപ്പും ദാഹവും എല്ലാം അവരെന്ത് ചെയ്തു, കടിച്ചു പിടിച്ചു 2 രാത്രിയും 2 പകലും കഴിഞ്ഞു. ലേക്കിൻ ജബ് പ്യാസ് ബർദാശ്ത് नहीं हुई तो परेशान लोगों ने गली का दरवाजा खोल दिया. അപ്പോൾ എത്ര നാൾ സഹിക്കാൻ നോക്കും മക്കളെ. നമുക്ക് 2 ദിവസമല്ലേ വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും കഴിയാൻ സാധിക്കുകയുള്ളൂ. അവസാനം ലേക്കിൻ ജബ് പ്യാസ് ബർദാശ്ത്, ദാഹം ബർദാശ്ത് പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം ആയപ്പോഴേക്കും പരേശാൻ ലോക്, ക്ഷീണിച്ച ആൾക്കാർ എന്ത് ചെയ്തു, ഗലീക ദർവാസ, ആ തെരുവിലേക്കുള്ള വഴി എന്ത് ചെയ്തു, ഖോൽ ദിയ, ഓപ്പൺ ചെയ്തു, തുറന്നു. വേ പാനി കി തലാഷ് മേ ബർത്തൻ ലേക്കർ നികൽപ്പടെ, ആളുകൾ എന്ത് ചെയ്തു, വെള്ളത്തിൻ്റെ അന്വേഷണത്തിൽ ബർത്തൻ, പാത്രവും എടുത്തുകൊണ്ട് നികൽപ്പടെ പുറപ്പെട്ടു. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക് കഹീ നഹീ താ, എന്നാൽ വെള്ളമാണെങ്കിലോ വളരെ ദൂരെ വരെ പോയിട്ടും വെള്ളമില്ലായിരുന്നു. ഷോര ബാരൂദ് ബനേക്കെ കാമ്മേം ആത്താഹേ. നോക്കൂ മക്കളെ, അപ്പോൾ വെള്ളം ദാഹം സഹിക്കാൻ കഴിയാതായപ്പോഴാണ് അവർ തെരുവിൻ്റെ കവാടം തുറന്നതും വെള്ളം തേടി പാത്രങ്ങളുമായി പുറപ്പെട്ടതും. എന്നാൽ വെള്ളം എങ്ങും കിട്ടിയില്ല. शोरा बरूद बनाने के काम में आता है. उसी शोरे का पानी जब आस पास मिला तो गली वाले उस पानी को घरों में ले आए. അപ്പോൾ അങ്ങോട്ട് അവർ കവാടം തുടങ്ങി. വെള്ളത്തിന് എങ്ങും വെള്ളം കിട്ടിയില്ല. എന്നാലോ വെടിമരുന്നുണ്ടാക്കാനായിട്ട് വെടിയുപ്പും അതുപോലെ സോഡിയവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ വെടിയുപ്പിൻ്റെ വെള്ളം അടുത്ത പ്രദേശത്ത് നിന്ന് കിട്ടി. അപ്പോൾ തെരുവുവാസികൾ എന്താണ് ചെയ്തത്, ആ വെള്ളം വീട്ടിലേക്ക് കൊണ്ടുവന്നു.
അപ്പോൾ വെള്ളം അവർക്ക് അത്രയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ അവരെന്താണ് ചെയ്തത്? ആ ബാരൂദ് എന്ന് പറഞ്ഞാൽ ഗൺ പൗഡർ, അതായത് ബാരൂദിൻ്റെ ആ വെടിമരുന്നിൻ്റെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ വെടിയുപ്പിൻ്റെ വെള്ളം അവർ അടുത്ത പ്രദേശത്തുനിന്ന് കിട്ടിയപ്പോൾ അവരതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവരെ ആസ്പാസ് അതിൻ്റെ തൊട്ടടുത്തു നിന്ന് അവർക്കത് കിട്ടിയപ്പോൾ അതവരെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. കാരണം അത്രയ്ക്ക് വെള്ളം ദാഹമാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് അവിടേക്ക് പോകുകയും നമ്മുടെ കണ്ണുകൾ പോലും നിറഞ്ഞു പോകും. അവരുടെ ആ ഒരു അവസ്ഥ. വൈസേ ജഗരിയിലെ പാനിക്കോ പീക്കർ ഹി ഉന്നോനെ പ്യാസ് ബുച്ചായി. അപ്പോൾ ആ വെള്ളം നിങ്ങൾക്ക് തന്നെ അറിയാം, ആ വെടിമരുന്നിൻ്റെതായ ആ വെള്ളം, വെടിയുപ്പിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ശരിക്കും വിഷാംശമുള്ളതാണ്, പോയിസണസ് ആണ് അല്ലേ. സെഗരിയിലെന്ന് പറഞ്ഞാൽ പോയിസണസ് ആണ്. ആ വെള്ളം കുടിച്ച് പീക്കർ കുടിച്ചു ഉന്നോനെ പ്യാസ് ബുച്ചായി, അവർ ദാഹം ശമിപ്പിച്ചു. ബുച്ചാന ശമിപ്പിക്കുക. ഓ പാനി ഇത്നാ കടുവ ഓർ ബദ്ബൂദാർ കി ലഗാ ജൈസെ പാനി നെഹി മൗത്ത് പി രഹേ ഹോ. നോക്കൂ മക്കളെ, ആ ഒരു പ്രയോഗം വല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നതാണ്. വഹ് പാനി ഇത്തന കടുവ ഔർ ബദ്ബൂദാർ ഥാ. നോക്കൂ മക്കളെ, ബദ്ബൂദാർ, ആ വെള്ളം, അവിടെ അവർക്ക് കിട്ടിയ വെള്ളം, ആ വെള്ളം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? കടുവ, കയ്പുള്ളതും, ബദ്ബു എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദുർഗന്ധം വമിക്കുന്നതുമായിരുന്നു. ആ വെള്ളം ാണ് അവർ കുടിച്ച്. ലഗാത്ത ജൈസെ പാനി നെഹി മൗത്ത് പീരഹി. ആ വെള്ളം അവർ കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ യഥാർത്ഥത്തിൽ എന്താണ്? വെള്ളമല്ല കുടിക്കുന്നത്, അവരുടെ മരണം തന്നെയാണ് അവർ കുടിക്കുന്നത് അല്ലേ. അപ്പം അതായത് അത് വെള്ളമല്ല, ശരിക്കും പറഞ്ഞാൽ അത് വെള്ളമല്ല, അവരുടെ മരണം തന്നെയാണ് അവർ കുടിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഏക് ദിൻ ബെർസാത്ത് ഹുയി. ഒരു ദിവസം ബെർസാത്ത് എന്താ മക്കളെ? റെയിൻ, മഴ പെയ്തു. ഖൂബ് പാനി ബെർസ, ധാരാളം വെള്ളം പെയ്തു, അതായത് മഴ നന്നായിട്ട് പെയ്തു, വെള്ളം കിട്ടി. ഹംനെ ഏക് ചാദർ ബാന്ദ് ലി ഔർ ഏക് മഡ്ക ഉസ്കെ നീച്ചെ രഖ് ദിയ. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ മഴ പെയ്തു. അപ്പം മഴ പെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെള്ളം ലഭിക്കും അല്ലേ. അപ്പം നല്ലതുപോലെ മഴ പെയ്തു. ഞങ്ങളെല്ലാം എന്ത് ചെയ്തു? ഒരു പിരിപ്പൊക്കെ കെട്ടിവെച്ചു. എന്നിട്ട് വലിയ മൺകുട അതിന് താഴെയായിട്ട് വെച്ചു. എന്തിനാണ്? ആ വെള്ളം അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ വെള്ളം തന്നെയായിരുന്നു ആ സമയത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്തും. അപ്പം നോക്കൂ, നമുക്ക് ആ കിട്ടിയ വെള്ളം, ആ വഹുപാനി, ആ കിട്ടിയ വെള്ളം തന്നെയായിരുന്നു ആ സമയത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ധനം. ഓക്കെ. അപ്പോൾ അന്ന് കുടിച്ച ആ വെള്ളം വെച്ച് നോക്കുന്നെങ്കിൽ ഈ ഇപ്പോൾ കിട്ടിയ വെള്ളം അവർക്ക് വളരെ വലിയ ഒരു സമ്പത്തായിട്ട് തന്നെ പറയാം. അസലി മുസീബത്ത് 5 അക്ടോബർ 18. നോക്കൂ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ നിങ്ങൾ നോക്കണം. മറ്റൊന്നുമല്ല, എന്താണ് ഈ ഡേറ്റ്, അതായത് ഈ ഡേറ്റ് 1857 എന്ന ഡേറ്റ്, അത് നിങ്ങൾക്കറിയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഡേറ്റ് ആണെന്നല്ലേ. അപ്പോൾ ആ ഡേറ്റിൽ, അപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ആ ആൾക്കാരുടെ അവസ്ഥയും ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് നടക്കുന്ന സംഭവങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് എത്തിക്കഴിഞ്ഞു. നോക്കൂ മക്കളെ, असली मुसीबत 5 अक्टूबर 1857 को आई. अब जब കുച്ച് അംഗ്രേസ് മേരെ ഘർ മേ കുസ് ആയി. നോക്കൂ, അപ്പം ഇനി നമ്മുടെ കവി പറയുന്ന കാര്യം ഡയറിയിലെ കുറിപ്പാണ്. നോക്കൂ, ഈ അതായത് ശരിയായ ഒരു കഷ്ടപ്പാട്, മുസീബത്ത് ഒരു കഷ്ടപ്പാട്, ശരിയായ ഒരു കഷ്ടപ്പാട് വന്നത് എന്നായിരുന്നു? 1857 ഒക്ടോബർ 5. കാരണം എന്തായിരുന്നു ആ കഷ്ടപ്പാട്? എന്തായിരുന്നു മക്കളെ? നോക്കൂ, കുച്ച് അംഗ്രേസ് മേരെ ഘർ മേ ഘുസ് ആയി. കുറച്ച് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എൻ്റെ വീട്ടിലെത്തി. എൻ്റെ എന്ന് പറയുന്ന ആരുടെ വീട്ടിലാണ്? ജിഹാം, നമ്മുടെ കവിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. എന്നിട്ടോ, उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ भी कुछ पड़ोसियों को भी गिरफ्तार कर लिया. എത്തിയിട്ട് വെറുതെ ഇരുന്നില്ല, അവരെന്ത് ചെയ്തു? ഉന്നോനെ മേരെ സാത്ത്, എന്നെയും എൻ്റെ ഒപ്പം, മേരെ ദോനവും വെച്ച്, എൻ്റെ 2 കുട്ടികളെയും, ഔർ നൗക്കരവും കെ സാത്ത്, ഒരു വേലക്കാരോടൊപ്പം, കുച്ച് പടോസിയും, കുറച്ച് അയൽക്കാരെയൊക്കെ എന്ത് ചെയ്തു? ഗിരഫ്താർ കർ ദിയ. അപ്പം അവരെല്ലാം
ഗിരഫ്താർ കർണ അറസ്റ്റ് ചെയ്യുക. അപ്പം ബ്രിട്ടീഷുകാർ അവിടെ വന്നത് വെറുതെയല്ല, വന്ന് കയറിയ ഉടനെ നമ്മുടെ കവിയെയും അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെയും വേലക്കാരെയും പിന്നെ അടുത്തുള്ള കുറച്ച് അയൽക്കാരെയും ഒക്കെ അറസ്റ്റ് ചെയ്തു. वहां से कुछ दूरी पर കേണൽ ബ്രൗൺ നാം ഏക്ക് അംഗ്രേസ് അഫ്സർ ഥ. അപ്പൊ അവിടെ നിന്നും കുറച്ച് ദൂരെയായിട്ട്, അവിടെ നിന്നും കുറച്ച് അകലെയായിട്ട് കേണൽ ബ്രൗൺ, എന്താണിത്? കേണൽ ബ്രൗൺ, ഇംഗ്ലീഷുകാരൻ്റെ പേരാണ്. കേണൽ ബ്രൗൺ എന്ന പേരുള്ള ഒരു ബ്രിട്ടീഷ് ഓഫീസർ, ഇംഗ്ലീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. गिरफ्तार के लिए लोग एक एक कर उसके सामने पेश किए जा रहे थे. गिरफ्तार किए गए, गिरफ्ताർ കിയേ ഗയെ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ലോഗ് ആളുകളെ ഏക്ക് കർ ഓരോരുത്തരെയായിട്ട് ഉസ്കെ സാമനെ എന്ന് പറഞ്ഞാൽ കിസ്കെ സാമനെ, കേണൽ ബ്രൗൺ കെ സാമനെ, കേണൽ ബ്രൗണിന്റെ മുന്നിൽ പേശ് കിയേ ജാ രഹേ തെ. പേശ് കർണ ഹാജരാക്കുക, പ്രസന്റ് ചെയ്യിക്കുക. അപ്പൊ ഹാജരാക്കിക്കൊണ്ടേയിരുന്നു. ബ്രൗൺ കാ ചെഹര സുർഖ് ഥ. ബ്രൗണിന്റെ മുഖം എങ്ങനെയായിരുന്നു? നല്ല സുർഖായിരുന്നു അല്ലെ. സുർഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല റെഡ് കളർ, നല്ല ചുവന്നിരിക്കുകയായിരുന്നു. ആംഖോം ഭി ലാൽ തീ. കണ്ണും അതുപോലെ എന്താണ്? കണ്ണുകളും ചുവന്നിരുന്നു. ഉസ്കി ഊഞ്ചായി 6 ഫൂട്ട് സെ ഭി സ്യാദാ ഥി. അയാൾക്ക് എന്താണ്? ഉയരം. ഉസ്കി ഊഞ്ചായി, ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് 6 ഫൂട്ട്, 6 അടിയിലും കൂടുതലുണ്ടായിരുന്നു. അപ്പം നല്ല ഹൈറ്റ് ഉണ്ട്. ഉസ്നെ മുച്ചസെ പൂച്ച. അങ്ങനെ നിൽക്കുന്ന നല്ല ആജാനുബാഹുവായൊരു മനുഷ്യൻ അദ്ദേഹം എന്ത് ചെയ്തു? എന്നോട് ചോദിച്ചു, ആപ് ക്യാ കർത്തേ ഹേ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എന്നോട് ചോദിച്ചു. നമ്മുടെ കവി എന്തു പറഞ്ഞു? മേനെ കഹ, ഞാൻ പറഞ്ഞു, ഉറുദുമേ കവിത ലിഖ്താഹും, ഞാൻ ഉറുദുവിൽ കവിത എഴുതുന്നു എന്ന് പറഞ്ഞു. തോ തും പൊയറ്റ് ഹോ. ഓ, അപ്പോൾ നിങ്ങൾ കവിയാണോ? പൊയറ്റ്, ഇംഗ്ലീഷ് വേർഡ് അല്ലേ പൊയറ്റ്. നിങ്ങൾ കവിയാണോ? ഉസ്നെ കഹ, അദ്ദേഹം ചോദിച്ചു. മേനെ സിർ ഹിലാക്കർ ഹാമി പരി, ഞാൻ എന്ത് ചെയ്തു? തല ഇങ്ങനെ സിർ ഹിലാന, തലയാട്ടിക്കൊണ്ട്, ഹാമി പരി, ഹാമി പറഞ്ഞ സമ്മതിക്കോ, ഞാൻ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാ യെസ്. മേരെ ജവാബ് സെ ബ്രൗൺ കോ ഖുഷി ഹുയി. എൻ്റെ റിപ്ലൈ, ഞാൻ പറഞ്ഞ മറുപടി ബ്രൗണിന് ഇഷ്ടമായി, അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ സന്തോഷമായി. ഉസ്നെ അപ്നെ സിപാഹിയോം കോ ഹുക്കും ദിയ, അദ്ദേഹം എന്ത് ചെയ്തു? അപ്നെ സിപാഹിയോം കോ, തൻ്റെ സൈനികരോട് എന്ത് ചെയ്തു? ഹുക്കും ദിയ, ഹുക്കും പറഞ്ഞാൽ ആജ്ഞാപിച്ചു. ഉൻകോ ഇജ്ജത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോട് ആവോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കവികളെ ബഹുമാനിപ്പിക്കുന്ന കൂട്ടുകയിലാണെന്ന് നമുക്ക് ഇപ്പോൾ ഈ വരികളിൽ നിന്നും മനസ്സിലാവുന്നു. അദ്ദേഹം ഉടനെ ഓർഡർ ഇട്ടു. എന്താണ് ഓർഡർ ഇട്ടത്? ഈ കവിയെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അത് എങ്ങനെ കൊണ്ടുപോകണം? ഇസ്കോ ഇസ്സത്ത് കെ സാത്ത്, നല്ല ആദരവ്, റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കൂ എന്ന് ആജ്ഞാപിച്ചു. मैंने केर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किए गए पड़ोसी बेहद सीधे साधे लोग हैं. ഞാൻ അപ്പോൾ ഇപ്പം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ചെറിയ പിക്ചർ, അതായത് നല്ലവനാണ് എന്ന് നമ്മുടെ കവിക്ക് തോന്നി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തോടൊരു റിക്വസ്റ്റ് വച്ചു, ഒരു നിവേദനം അദ്ദേഹത്തെ അറിയിച്ചു. അതെന്താണ് പറഞ്ഞത്? എൻ്റെ കൂടെ അറസ്റ്റ് ചെയ്ത മറ്റുള്ള ആൾക്കാർ, അവരും വളരെ അവരൊക്കെ വളരെ നിഷ്കളങ്കരാണ്, അവർ ഇന്നസെൻ്റ് ആൾക്കാരാണ്, അവരെ കൂടി ഒന്ന് മോചിപ്പിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. ഏ ലോഗ് ഭി കവിത കർത്തേ ഹേ. ഉടനെ അയാളുടെ ചോദ്യം നോക്കൂ മക്കളെ, എന്താ ചോദ്യം? ഈ ആളുകളും കവിത എഴുതുന്നവരാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. സോറി മക്കളെ, അങ്ങനെയല്ല. ഏ ലോഗ് ഭി കവിത കർത്തേ ഹേ, മേനെ കഹ. നമ്മുടെ കവി എന്താണ് പറഞ്ഞത്? ഈ ആളുകളും കവിത എഴുതുന്നവരാണെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ അങ്ങ് അറസ്റ്റ് ചെയ്ത ആളുകളും കവിത എഴുതുന്നവരാണ് എന്ന് കവി പറയുന്നു. കേണലിനെ ഉൻകോ ഭി ഘർ ജാനെ കി ഇജ്ജത്ത് ദേ ദി. ഇസ് തരഹ് കവിത കെ കാരണം ഉസ് റോസ് കരീബ് 50 ആദ്മിയോं की जाने बच गई. അപ്പോൾ അത് ശരിക്കും ഓർമ്മിക്കത്തക്ക കാര്യം തന്നെയാണ്. ഇത് ഡയറി എഴുതിയതിൽ ഒരത്ഭുതവുമില്ല. കാരണം
കവികളെ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കവി ഇവിടെ ഡിപ്ലോമാറ്റിക് നല്ല യുക്തിപൂർവ്വം സംസാരിച്ചത് കൊണ്ട് അവിടെ എന്ത് ചെയ്തു മക്കളെ? 50 ആളുകളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്നോടൊപ്പം അറസ്റ്റ് ചെയ്ത എല്ലാവരും കവികളാണ് എന്ന് പറഞ്ഞപ്പോൾ കേണൽ എന്ത് ചെയ്തു? അവരെ ഓരോരുത്തരെയും അവരെ ആദരപൂർവ്വം എങ്ങനെയാണോ കൊണ്ടുവന്നത് അതുപോലെ അവരെയും എന്ത് ചെയ്യുക? അവരുടെ വീടുകളിൽ എത്തിക്കാനായിട്ട് ആജ്ഞാപിച്ചു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ കവിയോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനത്തെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ കവിക്ക്, നമ്മുടെ ഡയറി കുറിപ്പ് എഴുതിയ അദ്ദേഹത്തിന് തോന്നിയ ബുദ്ധിപൂർവമായ നീക്കം കാരണം 50 ജീവൻ രക്ഷിക്കപ്പെട്ടു. അപ്പൊ നമ്മുടെ മിർസ ഗാലിബിന്റെ ബുദ്ധി കാരണം അന്ന് 50 ആളുകളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ഡയറി കുറിപ്പ്. ഇപ്പം ഇതുവരെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മിടുക്കരായിട്ടിരിക്കുമ്പോഴേക്കും ടീച്ചർ ഇതിൻ്റെ ബാക്കി ഭാഗവും ഇത്രയും വായിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി ഭാഗം അറിയാൻ വളരെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ബെച്ചി, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. നിങ്ങൾ ടീച്ചർ മറക്കരുത്. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ മക്കൾ ആരെങ്കിലും തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ബെച്ചോ. ധന്യവാദം.